ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലൊക്കെ കോവയ്ക്ക ധാരാളമുള്ള സമയമല്ലേ. ഈ കോവയ്ക്കൊക്കെ ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ വെറുതെ ഇരുന്നാൽ അത് കേടായി പോവുകയും ചെയ്യും. കൊച്ചു കുട്ടികൾക്കൊക്കെയാണെങ്കിൽ കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചാലൊന്നും കൂട്ടത്തുമില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരുപാട് കോവയ്ക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ആക്കി വെച്ചാണ്ടല്ലോ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കുവേ. സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ച് ഈ കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് എടുത്താൽ മാത്രം മതി. കര കൊണ്ടാട്ടം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കിട്ടുവേ. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം എനിക്ക് കുറേ കോവയ്ക്ക കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇനി മഴക്കാലത്തൊക്കെ നല്ല രസമായിരിക്കും. നല്ല വെയിലുള്ളപ്പോഴേ ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളേ. കാരണം വെയിലത്ത് തന്നെ വെച്ച് വേണം നമുക്കിത് ഉണക്കിയെടുക്കാൻ. ഞാൻ രണ്ട് സൈഡും കോവയ്ക്കയുടെ കട്ട് ചെയ്തതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കുന്നത്. ഇത് നല്ല വൃത്തിക്ക് കഴുകി എടുത്തതിന് ശേഷം വേണം നമുക്ക് അരിയാൻ. അരിഞ്ഞതിന് ശേഷം കഴുകരുത് കേട്ടോ, വെള്ളം കെട്ടിപ്പോവേ. നല്ല വെയിലത്ത് ഉണക്കിയെടുത്ത് കാറ്റ് കയറാത്ത കുപ്പിക്കകത്താക്കി വെക്കണം. അപ്പോൾ പിന്നെ ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി ഇരിക്കുന്ന എല്ലാ കോവയ്ക്കയും ഞാൻ വട്ടത്തിൽ അരിയുന്നുണ്ട്. ഒരു 5-6 കിലോ കോവയ്ക്കുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് വളരെ കുറച്ചേ കാണത്തുള്ളൂ. ഒരുപാട് ചേരുവകളൊന്നും ഇതിന് വേണ്ട താനും. ഇപ്പം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു മുറത്തിലോട്ട് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് മസാലകളൊക്കെ പുരട്ടി കൊടുക്കാം. അത്യാവശ്യം എരിവും ഉപ്പും എല്ലാം വേണം കേട്ടോ. എന്നാലേ ഇത് ഉണങ്ങി വരുന്ന സമയത്ത് നമുക്ക് കടിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടാവത്തുള്ളേ. 5 കിലോ കോവയ്ക്കൊക്കെ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഉണങ്ങുമ്പോഴത്തേക്ക് ഒരു കണ്ടെയ്നർ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെ വെള്ളമെല്ലാം പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ഭാരം കുറയും. പിന്നെ കരികരായിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ എണ്ണയ്ക്കകത്തിടുമ്പോൾ കുറേ നമുക്ക് പൊട്ടി കിട്ടും. നല്ല ടേസ്റ്റാണ്. കരികരിപ്പുണ്ട്. നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ലതാണ്. ഇനി ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം മുളക് പൊടി കുറച്ച് ഏറെ ചേർക്കുന്നുണ്ട്. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് എരിവും ഉപ്പും നല്ല വേണേ. എന്നാലേ ഉള്ളൂ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും എരിവും ഉപ്പും നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കഴിക്കുമ്പോഴേ. ഇനി ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് കീറിയിടുന്നുണ്ട്. അതൊക്കെ എത്ര വേണേലും ഇടാം, ഇന്ന കണക്കൊന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സ് ചെയ്ത് കൊടുത്ത് ഈ മുളകെല്ലാം എല്ലായിടത്തും ഒരുപോലെ പിടിക്കും. അപ്പോഴത്തേക്ക് ഇത് ചെറിയ വെള്ളം ഇറങ്ങാൻ തുടങ്ങുവേ. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നല്ല വെയിലുള്ളപ്പോൾ വെച്ച് കൊടുക്കണം. എന്നാൽ ഇത് വേഗം നമുക്കൊരു 4 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും. നല്ല വെയിലത്താണെങ്കിൽ. മഴയത്ത് നമ്മളിത് ഉണങ്ങാൻ പോവുകയാണെങ്കിൽ പൂത്തു പോകും കേട്ടോ. ഞാനിപ്പം നല്ല വെയിലുള്ള സമയമാണ് ഇത് വെക്കുന്നത്. അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് 2-3 മുറത്തിലാക്കിയിട്ട് വെയിലത്ത് വെക്കണം. മഴക്കാലത്തൊക്കെ ഉണങ്ങുന്നവരാണെങ്കിൽ അടുപ്പിൻ്റെ പാതകത്തിൽ വെച്ചിട്ട് നല്ല തീയുള്ളവരൊക്കെയാണ് അങ്ങനെ ചെയ്താൽ മതി. നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ പുകമണമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചും കൂടി കൊടുത്തേച്ചാൽ മതി. ഇപ്പം നമ്മുടെ കോവയ്ക്കയുടെ മസാല എല്ലാം നല്ല പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെയിലത്തേക്ക് വെക്കാം. ഞാനൊരു മുറത്തിനകത്ത് പേപ്പർ വെക്കുന്നുണ്ട്. ഈ പേപ്പർ ഞാൻ എടുത്ത് കളയും കേട്ടോ. ഇതിൻ്റെ വെള്ളം ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ്. അതിനുശേഷം പേപ്പർ എടുത്ത് കളഞ്ഞതിന് ശേഷമേ ഉണക്കത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പം നല്ല വെയിലുണ്ട്. ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 4-5 ദിവസം കൊണ്ട് നമുക്കിത് നന്നായിട്ട് ഉണക്കിയെടുക്കാവേ. ഇപ്പോൾ 2ാമത്തെ ദിവസമായപ്പോൾ തന്നെ നല്ല വാടി കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഉണങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കരികരാ ഉണങ്ങി എടുത്തില്ലെങ്കിൽ ഇത് പൂത്തും പോവും. ഇപ്പോൾ നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിനകത്താക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 5 ദിവസം കൊണ്ടാണ് ഉണങ്ങി എടുത്തിരിക്കുന്നത്. പേപ്പറൊന്നും ഒട്ടിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം വലിയാൻ വേണ്ടി മാത്രം ആ പേപ്പർ വെച്ചിരുന്നത്. അതിനുശേഷം ആ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം 4 മുറം കോവയ്ക്ക നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആകെ ഇത്രയാണ്. ഒരു 1/2 കിലോ പോലും ഇല്ല, 5 കിലോ നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്തിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ തീർത്തും താന്നു പോവേ. ഇപ്പം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും ഒരു 2 ദിവസം കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരപ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി. വളരെ വേഗത്തിൽ നമുക്ക് വീട്ടിലെല്ലാ കൊണ്ടാട്ടവും ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മൾ മത്തൻ്റെ തൊലിയൊക്കെ കളയില്ലേ, ആ മത്തൻ്റെ തൊലിയൊക്കെ വെച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഓരോന്നിൻ്റെ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ കൈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നമ്മുടെ കയ്യിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും കൊണ്ടാട്ടമാക്കി വെക്കാം. പാവയ്ക്കാണേലും കോവയ്ക്കാണേലും അതുപോലെ മത്തനാണേലും എന്തും. അതുപോലെ പച്ച മാങ്ങയുണ്ടല്ലോ, കൊണ്ടാട്ടമാക്കി വെച്ചാൽ നല്ല ചെറുതായിട്ട് ചെനച്ചതായിരിക്കണേ. ഇതുപോലെ തന്നെ മസാല ഒക്കെ ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഒരുപാട് മസാലയുടെയൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊണ്ടാട്ടങ്ങൾ നമുക്ക് വേനൽക്കാലത്ത് ഉണ്ടാക്കി സൂക്ഷിക്കാം. മഴക്കാലത്ത് ഇത് ഉപയോഗപ്പെടുകയും ചെയ്യും. പിന്നെ ടിഫിനൊക്കെ കൊണ്ടുപോകുന്നവർക്ക് നല്ലൊരു ഡിഷാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയും അതുപോലെ പിള്ളേരൊക്കെ ആണെങ്കിലും നന്നായിട്ട് പെറുക്കി കഴിക്കുന്ന ഒരു കോവയ്ക്ക കൊണ്ടാട്ടമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കൂട്ടുകാർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടി പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇനി വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.